मुसेकर का काला ना हो रहा वीडियो बना के से Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. യൂത്ത് പരേഡ്. പരേഡ് എന്നതിനർത്ഥം പ്രകടനം, ആഡംബരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മറ്റ് ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിൽക്കുക, മോടി കാട്ടുക, റോന്ത് ചുറ്റുക. ഇവിടെ അർത്ഥം മറ്റുള്ള ആളുകൾ ചേർന്ന് ഒരു വ്യക്തിയെ നടത്തിക്കുക, അതാണ് അർത്ഥം. യൂത്ത് പരേഡ് വിത്ത് സ്ലിപ്പർ ഗർലാൻഡ്. സ്ലിപ്പർ എന്നാൽ പാദരക്ഷ, ചെരിപ്പ്. സ്ലിപ്പർ ഗാലൻഡ്. ഗാർലൻഡ് എന്നാൽ അർത്ഥം മാല, സമ്മാനം. സ്ലിപ്പർ ഗാലൻഡ് ചെരിപ്പ് മാല എന്നാണ് അർത്ഥം. സ്ലിപ്പർ ഗാലൻഡ്. ഹാഫ് ഷേവ്ഡ് ഹെഡ് പകുതി വടിച്ച തല. ബ്ലാക്ക് ആൻഡ് ഫേസ്. ബ്ലാക്ക് ആൻഡ് എന്നാൽ കരിപുരണ്ട എന്നാണ് അർത്ഥം. ഓവർ ലവ് അഫെയർ ഇൻ UP's അമ്രോഹ. ഒരു യുവാവിനെ മറ്റുള്ളവർ നടത്തിക്കുന്നു ചെരിപ്പുമാല അണിയിച്ചുകൊണ്ട്. ഹാഫ് ഷേവ്ഡ് ഹെഡ് പകുതി വടിച്ച തലയുമായിട്ടും. ബ്ലാക്ക് ആൻഡ് ഫേസ് മുഖത്ത് കരി തേച്ച് പിടിപ്പിച്ചിട്ടും. ഓവർ ലവ് അഫെയർ ഇൻ UP's അമ്രോഹ. UPയിൽ ഈ അമ്രോഹ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഓവർ ലവ് അഫെയർ എന്നാൽ പ്രേമബന്ധം. പ്രേമബന്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ യുവാവിനെ നടത്തിച്ചത്. അമ്രോഹ. ഇൻ എ ഹൊറിഫിക് ഇൻസിഡൻറ്റ്. ഹൊറിഫിക് എന്നാൽ പേടിത്തക്ക, ഭയങ്കരമായ, ഭീതിപ്രദമായ, ഇതൊക്കെയാണ് അർത്ഥം. ഭീതിപ്രദമായ ഇൻസിഡൻറ്റ്, സംഭവം. എ യൂത്ത് വാസ് സബ്ജക്റ്റഡ്. സബ്ജക്റ്റ് എന്നാൽ അർത്ഥം വിധേയമാകുക എന്നാണ് ഇവിടെ അർത്ഥം. മറ്റും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം വിധേയമാകുക എന്നാണ് അർത്ഥം. എ യൂത്ത് വാസ് സബ്ജക്റ്റഡ്. ഒരു യുവാവ് വിധേയമായി. ടു ഹാർഷ് പനിഷ്മെൻറ്റ്. ഹാർഷ് എന്നാൽ പരുഷമായ, നിഷ്ഠുരമായ, ഇതൊക്കെയാണ് അർത്ഥം. പനിഷ്മെൻറ്റ് എന്നാൽ ശിക്ഷ. നിഷ്ഠുരമായ ശിക്ഷയ്ക്ക് ഒരു യുവാവ് വിധേയനായി. ഇൻ ഉത്തർപ്രദേശ് അമ്രോഹ ഡിസ്ട്രിക്റ്റ്. ഉത്തർപ്രദേശിലെ അമ്രോഹ എന്നു പേരുള്ള ഈ ജില്ലയിലാണ് സംഭവം. എ വീഡിയോ ഓഫ് ദ ഷെയിംഫുൾ ഇൻസിഡൻറ്റ്. ഷെയിംഫുൾ എന്നാൽ ലജ്ജാകരമായ എന്നാണ് അർത്ഥം. ലജ്ജാകരമായ ഇൻസിഡൻറ്റ്, ലജ്ജാകരമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഹാസ് സർഫേസ്ഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. അത് ഇൻ്റർനെറ്റിൽ കാണപ്പെട്ടു, ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഷോവിങ് കാണിക്കുന്നു, ആ വീഡിയോയിൽ കാണിക്കുന്നത് ദ യൂത്ത് ബീയിങ് പരേഡഡ്. ആ യുവാവിനെ നടത്തിക്കുന്നതായിട്ട് കാണുന്നു. ഇൻ ദ വില്ലേജ് ഗ്രാമത്തിലൂടെ. വിത്ത് എ ഗാലൻഡ് ഓഫ് സ്ലിപ്പേഴ്സ്. ചെരിപ്പുകൾ കൊണ്ടുണ്ടാക്കിയ മാലയുമായിട്ട് നടത്തിക്കുന്നതായിട്ട് കാണുന്നു. എറൗണ്ട് ഹിസ് നെക്ക്, അവൻ്റെ കഴുത്തിൽ. ആൻഡ് ഹിസ് ഫേസ് ബ്ലാക്കൻഡ് ആഫ്റ്റർ ഹെഡ് ബീയിങ് ഹാഫ് ഷേവ്ഡ്. തല പകുതി ക്ഷൗരം ചെയ്തതിന് ശേഷം, തലയിലെ മുടി പകുതി ചെത്തിക്കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരി പുരട്ടി. അത് ചെയ്തതിന് ശേഷം എന്താണ്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെരിപ്പുമാല അണിയിച്ചിട്ട് അദ്ദേഹത്തെ നടത്തിച്ചു. ഇറ്റ് ഈസ് ബീയിങ് ക്ലെയിംഡ് that the youth was subjected to Taliban-like punishment over a love affair with a girl in the village. It is being claimed. ഇത് പറയപ്പെടുന്നത് that the youth was subjected. ആ യുവാവ് വിധേയനായി. the youth was subjected. ആ യുവാവ് വിധേയനായി to Taliban-like punishment. താലിബാനിലുള്ള ഒരു ശിക്ഷാരീതിയാണിത്. അതിന് വിധേയമായി എന്നാണ് അർത്ഥം. ഓവർ എ ലവ് അഫെയർ, ഒരു പ്രേമബന്ധവുമായി ബന്ധപ്പെട്ടിട്ട്. വിത്ത് എ ഗേൾ ഇൻ ദ വില്ലേജ്, ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രേമബന്ധം അത് ആരോപിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ദ ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഈ സംഭവം സംഭവിച്ചത് ഇൻ ദ വില്ലേജ് ഓഫ് ഖേദ അപ്രോല ഇൻ നൗഗ്വാൻ. ഈ സ്ഥലത്താണ് സംഭവം. റിപ്പോർട്ട് സജസ്റ്റ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദാറ്റ് ദ പണിഷ്മെൻറ്റ് വാസ് അനൗൺസ്ഡ്. അനൗൺസ് എന്നാൽ പ്രഖ്യാപിക്കുക. ദ പണിഷ്മെൻറ്റ് വാസ് അനൗൺസ്ഡ്. ഈ ശിക്ഷ
പ്രഖ്യാപിക്കപ്പെട്ടു ബൈ ദ പഞ്ചായത്ത് ഓഫ് ദ വില്ലേജ്. ആ വില്ലേജിലെ പഞ്ചായത്താണ് ഈ ശിക്ഷ വിധിക്കപ്പെട്ടത്, പഞ്ചായത്തിനാൽ ആണ് ഈ ശിക്ഷ വിധിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതാണ്, ഈ ശിക്ഷ നൽകപ്പെട്ടത് വില്ലേജിലെ പഞ്ചായത്ത് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഫ്റ്റർ വിച്ച്, അതിനെ തുടർന്ന് അതിന് ശേഷം, ദ യൂത്ത് ഹാഡ് ടു അണ്ടർഗോ സച്ച് എൻ ഓർഡീൽ. ഓർഡീൽ എന്നാൽ അർത്ഥം കഠിന പരീക്ഷണം, കടുത്ത ആപത്ത്, ഇതൊക്കെയാണ് അർത്ഥം. അതിനെ തുടർന്ന് ഈ യുവാവിന് കഠിനമായിട്ടുള്ള ഈ പ്രയത്നത്തിലൂടെ, കഠിന പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. സച്ച് എൻ ഓർഡീൽ എന്നാൽ അത്തരത്തിലുള്ള എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിലുള്ള ശിക്ഷയിലൂടെ കഠിന പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. ദ ഇൻസിഡൻറ്റ് ഒക്കേർഡ്, ഈ സംഭവം സംഭവിച്ചത് ബിക്കോസ് ദ യൂത്ത് വാസ് ടോക്കിംഗ് ടു എ ഗേൾ ഇൻ ദ വില്ലേജ്. ഈ സംഭവം സംഭവിക്കാനുള്ള കാരണം എന്താണ്? ദ യൂത്ത് വാസ് ടോക്കിംഗ്, ആ യുവാവ് സംസാരിക്കുകയായിരുന്നു, ടു എ ഗേൾ ഇൻ ദ വില്ലേജ്, ആ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടിയോട്. അതാണ് ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം. ആൻഡ് ദ ഗേൾസ് ഫാമിലി, ആ പെൺകുട്ടിയുടെ കുടുംബം, വാസ് ആംഗ്രി, ദേഷ്യത്തിലായി, വിത്ത് ദ യൂത്ത്, ആ യുവാവിനോട് ദേഷ്യത്തിലായി, ഫോർ ടോക്കിംഗ് ടു ദെയർ ഡോക്ടർ, അവരുടെ മകളോട് സംസാരിച്ചതിന് ആ പെൺകുട്ടിയുടെ കുടുംബം ആ യുവാവിനോട് ദേഷ്യത്തിലായി. ദ ഫാമിലി മെമ്പേഴ്സ് അലേജ്ഡ്ലി എന്ന് ആരോപിക്കപ്പെടുന്നത് എന്താണ്? ടുക്ക് ദ മാറ്റർ ടു ദ പഞ്ചായത്ത്, ഈ കാര്യം പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തി, അവിടേക്ക് എത്തിച്ചു, അവരോട് പറഞ്ഞു, അറിയിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. വേർ ദ ഹാഷ് പനിഷ്മെൻറ്റ് വാസ് ഗിവൻ ടു ദ യൂത്ത്. വേർ എന്നാൽ അവിടെ വെച്ച്, ദ ഹാഷ് പനിഷ്മെൻറ്റ്, ഈ കഠിനമായിട്ടുള്ള ശിക്ഷ, വാസ് ഗിവൺ നൽകപ്പെട്ടു, ടു ദ യൂത്ത്, യുവാവിന് അവിടെ വെച്ച് ഈ കഠിനമായ ശിക്ഷ നൽകപ്പെട്ടു. ദ വീഡിയോ ഓഫ് ദ ഇൻസിഡൻറ്റ് ഈസ് ഗോയിങ് വൈറൽ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഷോവിങ് ദ യൂത്ത് ബീങ് പരേഡഡ് ത്രൂ ദ ലൈൻസ് ഓഫ് ദ വില്ലേജ്. ഷോവിങ് കാണിക്കുന്നു, കാണാൻ സാധിക്കുന്നത്, ദ യൂത്ത് ബീങ് പരേഡഡ്, യുവാവിനെ നടത്തിച്ചു കൊണ്ടിരിക്കുന്നു, ത്രൂ ദ ലൈൻസ്. ലൈൻ എന്നാൽ ഇവിടെ ഇടുക്കുവഴി എന്നുള്ള അർത്ഥമാണ്. ഇടവഴി, പാതയോ തെരുവോ, ഇടുങ്ങിയ പാതയോ തെരുവോ, ഇതൊക്കെയാണ് അർത്ഥം. ആ ഇടവഴികളിലൂടെ ആ യുവാവിനെ നടത്തിക്കുന്നു, ആ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ. വിത്ത് സം കിഡ്സ്, കുറച്ച് കുട്ടികൾ. മേക്കിംഗ് ഫൺ ഓഫ് ഹിം എന്നാൽ അവനെ പരിഹസിക്കുന്നു എന്നുള്ള അർത്ഥം, അവനെ കളിയാക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ബി സീൻ, ഇതും കൂടെ കാണാൻ സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ബി സീൻ, ഇതും കൂടെ കാണാൻ സാധിക്കുന്നു. ദ യൂത്ത്സ് ഹെഡ്, ആ യുവാവിൻ്റെ തല, ഈസ് ഹാഫ് ഷേവ്ഡ്, പകുതി ചിരണ്ടി അവസ്ഥയിലാണ്. ആൻഡ് ഹിസ് ഫേസ് ബ്ലാക്കൻഡ് വിത്ത് ഇങ്ക്. ഇങ്ക് എന്നാൽ അർത്ഥം മഷി എന്നാണ് അർത്ഥം. പകുതി തല, ചിരണ്ടിയ മുടി, ചെത്തിയ രൂപത്തിൽ അദ്ദേഹത്തെ കാണുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കറുത്ത മഷി പുരട്ടിയതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതും കൂടെ കാണാൻ സാധിക്കുന്നു. എ ഗാലൻഡ് ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പുകൾ കൊണ്ടുണ്ടാക്കിയ മാല, ക്യാൻ ഓൾസോ ബി സീൻ, അതും കാണാൻ സാധിക്കുന്നു. എറൗണ്ട് ദ നെക്ക്, അവൻ്റെ കഴുത്തിന് ചുറ്റിലും, ഓഫ് ദ യൂത്ത്, യുവാവിൻ്റെ കഴുത്തിന് ചുറ്റിലും ചെരുപ്പുകൾ കൊണ്ടുണ്ടാക്കിയ മാലയും കാണാൻ സാധിക്കുന്നു. ദർ ആർ ഓൾസോ റിപ്പോർട്ട്സ്, ഇതുകൂടെ റിപ്പോർട്ട് ചെയ്യുന്നു, ദാറ്റ് ദ യൂത്ത് വാസ് ബ്രൂട്ടലി ത്രാഷ്ഡ്, ആ യുവാവ് ആക്രമിക്കപ്പെട്ടു, പ്രഹരിക്കപ്പെട്ടു. ബൈ ദ ഗേൾസ് ഫാമിലി, ആ പെൺകുട്ടിയുടെ കുടുംബത്താൽ ആ യുവാവ് ക്രൂരമായിട്ട് പ്രഹരിക്കപ്പെട്ടു, ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഇതും കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതുകൂടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ത്രാഷ് എന്നാൽ പ്രഹരിക്കുക, ബ്രൂട്ടലി എന്നാൽ ക്രൂരമായി. ദ പോലീസ് സെഡ് ദാറ്റ്, പോലീസ് പറഞ്ഞു, എ കംപ്ലൈൻറ്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്, ഒരു പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ കണക്ഷൻ വിത്ത് ദ മാറ്റർ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ എൻക്വയറി ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്, ഒരു അന്വേഷണം ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്,
ഇനീഷ്യേറ്റ് എന്നാൽ ആരംഭിക്കുക എന്നാണ് അർത്ഥം. എൻക്വയറി ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്, ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പറഞ്ഞു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ദേ ഓൾസോ സെഡ് ദാറ്റ്, അവർ ഇതുകൂടെ പറഞ്ഞു, ദാറ്റ് ദ അക്യൂസ്ഡ്, പ്രതികൾ, ഹാവ് ബീൻ അറസ്റ്റഡ്, ആ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്യൂസ്ഡ് എന്നാൽ പ്രതി, പ്രതികൾ, ഇതൊക്കെയാണ് അർത്ഥം. ഒരു പ്രതിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിലും അക്യൂസ്ഡ് എന്ന് തന്നെയാണ് പറയുക. പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ടു നെയ്ബേഴ്സ് ഓഫ് ദ സെയിം കമ്മ്യൂണിറ്റി. ആൻഡ് ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്, ഈ സംഭവം സംഭവിച്ചത് ബിറ്റ്വീൻ ടു നെയ്ബേഴ്സ് ഓഫ് ദ സെയിം കമ്മ്യൂണിറ്റി. സെയിം കമ്മ്യൂണിറ്റി എന്നാൽ അതേ സമൂഹം, ഒരേ സമൂഹത്തിൽപ്പെട്ട അയൽവാസികളായിട്ടുള്ള ഒരേ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കിടയിലാണ് ഈ സംഭവം സംഭവിച്ചത്. ബിറ്റ്വീൻ എന്നാൽ ഇടയിൽ. ദ വീഡിയോ ഹിറ്റ് ദ ഇൻ്റർനെറ്റ് ഓൺ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ, വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഈ വീഡിയോ ഇൻ്റർനെറ്റിൽ വന്നത്. ഹവവർ, എങ്കിലും, ദ എക്സാക്ട് ഡേറ്റ്, എക്സാക്റ്റ് എന്നാൽ കൃത്യമായിട്ടുള്ള ഡേറ്റ്, തീയതി, ഓഫ് ദ ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള തീയതി, ഈസ് നോട്ട് യെറ്റ് അസറ്റൈൻഡ്. അസറ്റൈൻ എന്നാൽ നിജപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഈ സംഭവത്തിൻ്റെ ശരിയായിട്ടുള്ള തീയതി ഇതുവരെ നിജപ്പെടുത്തിയിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണെന്ന് അറിയുകയില്ല എന്നാണ് അർത്ഥം. നോട്ട് എറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്, ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അമ്രാഹ പോലീസ് റിയാക്റ്റഡ്, അമ്രാഹ പോലീസ് പ്രതികരിച്ചു ടു ദ വൈറൽ വീഡിയോ ഓൺ സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോയോട് പോലീസ് റിയാക്റ്റഡ്, അമ്രോഹ പോലീസ് പ്രതികരിച്ചു. എ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്, ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദ അക്യൂസ്ഡ് ഹാവ് ബീൻ അറസ്റ്റഡ്, പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ദ മാറ്റർ ഈസ് ബിറ്റ്വീൻ ടു നെയ്ബേഴ്സ് ഓഫ് ദ സെയിം കമ്മ്യൂണിറ്റി. ദ മാറ്റർ, ഈ വിഷയം, ഈ സംഗതി, ഈസ് ബിറ്റ്വീൻ ടു നെയ്ബേഴ്സ് ഓഫ് ദ സെയിം കമ്മ്യൂണിറ്റി, രണ്ട് ഒരേ സമൂഹത്തിൽപ്പെട്ട അയൽവാസികളുടെ ഇടയിലുള്ള കാര്യമാണിത്, വിഷയമാണിത്, അവരുടെ ഇടയിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പോലീസ് ഈ സംഭവത്തോട് പ്രതികരിച്ചു. ഫേർദർ ലീഗൽ പ്രൊസീഡിങ്സ്, പ്രൊസീഡിങ്സ് എന്നാൽ നടപടിക്രമങ്ങൾ, പ്രവർത്തനങ്ങൾ. ലീഗൽ എന്നാൽ നിയമപരമായിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ. ആർ അണ്ടർവേ, കൂടുതൽ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഈസ് നോർമൽ. ലോ ആൻഡ് ഓർഡർ എന്നാൽ ക്രമസമാധാനം എന്നാണ് അർത്ഥം. സിറ്റുവേഷൻ എന്നാൽ സാഹചര്യം. ക്രമസമാധാനാവസ്ഥ നോർമലാണ്, അതായത് പ്രശ്നമൊന്നുമില്ല, സാധാരണഗതിയിലാണ് ക്രമസമാധാനാവസ്ഥ.